ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടേക്കാ സാറേ സാറിന്റെ ഈ പടപ്പുറപ്പാട്? വണ്ടി എടുത്ത് മാറ്റണോ? വണ്ടിയൊക്കെ എടുത്ത് മാറ്റാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് സാർ മറുപടി തരേണ്ടി വരും. നിങ്ങൾ രണ്ടാളും അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മ അങ്ങനൊന്നും ചെയ്യില്ല. കുഞ്ഞേച്ചി ഇനി വന്നേ, ഞാൻ കാണിച്ചു തരാം. വാ ഷാമി. കണ്ടോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താ? തള്ളണ്ട. ലോക്കി ഇതൊക്കെ ഈ അമ്മയുടെ കയ്യിലാ. എന്തിനാ അമ്മ ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്യുന്നേ? അല്ല, ഇതിനകത്ത് എന്താ ഇരിക്കുന്നേ? ഞങ്ങളെ ഒളിപ്പിക്കാനും മാത്രം എന്ത് വിലപിടിപ്പുള്ള സാധനം അമ്മ ഇതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നേ? സങ്കടമുണ്ട് ശാലിനി. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നേ. അമ്മയുടെ സ്വഭാവം ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങള് എന്തുറപ്പില്ല പിന്നെ ഇവിടെ നിൽക്കുന്നേ? കുഞ്ഞേച്ചി, രോഹിത് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കയറി കിടക്കാൻ വീടും വീട്ടുകാരും ഒക്കെ ആയി. ഞങ്ങള് രണ്ടുപേരും മാത്രം ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ജീവിച്ചു പോകുന്നേ. ആരെങ്കിലും ചോദിച്ചാ ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ? ഇവള് പറയുന്നതിലും കാര്യമില്ലേ? അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതിലും ഇഷ്ടം അവിടെ നിൽക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാ തന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നൂടെ? മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. ഈ വീടും പറമ്പും ഞങ്ങളുടെ പേരിലേക്ക് അങ്ങ് എഴുതി തന്നേക്കുന്നേ. അങ്ങനെയാണെങ്കിൽ രോഹിത്തിന് ഇവിടെ നിൽക്കാൻ താല്പര്യം കാണുമല്ലോ. അപ്പൊ അതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സില് അല്ലേ? പറഞ്ഞത് നന്നായി. ഞാൻ അമ്മയടുത്ത് സംസാരിക്കാം. നീ സംസാരിക്ക. ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. നീ വാ. നീ എപ്പോ വന്നു? അമ്മ ഒന്നും പറയാതെ പോന്നില്ലേ, അതുകൊണ്ട് വന്നതാ. ഇവിടത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോ കിടന്ന ഓർക്കം വരുമോ? എന്തു വരുമായിരുന്നു ഞാനിവിടെ വരുമ്പോ. ഓ, പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കടയിലെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ ഓടി നടന്ന് നോക്കണ്ടേ. ആ, ഇപ്പോഴാണെങ്കിൽ ശാന്തയും വരുന്നില്ല. അമ്മ എന്തിനാ മുറി താക്കോലിട്ട് പൂട്ടിയിട്ടൊക്കെ പോന്നേ? എന്താ അവരങ്ങനെ വല്ലതും ചോദിച്ചോ? അല്ല, ഞാൻ വെറുതെ. ഹാ, ചോദിച്ചു കാണും. ഞാൻ വല്ല നിധിയും ഇതിനകത്തുകൊണ്ട് വച്ചിട്ടുണ്ടോന്ന് അവർക്ക് സംശയമുണ്ട്. എന്റെ പൊന്നു മോളെ, എനിക്ക് ആകെയുള്ള നിധി നിങ്ങൾ മൂന്നുപേര് മാത്രമാണെന്ന് ഞാൻ എങ്ങനെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞു. രണ്ടുപേർക്കും കൂടെ ഈ വീടിന്റെ വീതം കൊടുക്കണമെന്ന്. അമ്മ എപ്പോഴും എന്റെ അടുത്താണെന്നാ അവര് പറയുന്ന ന്യായം. അങ്ങനെയാണെങ്കിൽ നിനക്കും വീതം വേണ്ടേ? നീ എന്താ ചോദിക്കാത്തെ? അവർക്കിപ്പോ അറിയേണ്ടത് അമ്മ എന്തിനാ മുറി പൂട്ടി താക്കോലും കൊണ്ട് പോകുന്നെന്നാ. അതിപ്പോ നിനക്കും അറിയണമല്ലോ അല്ലേ? അറിയണോ അല്ലേ? വാ വാ അമ്മ, വാടി. വാ
വെച്ചാ നീ ഇതിനു മുന്നിലിരുന്ന് കരഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വീട്ടിലുള്ളവരെ അറിയിക്കും. ഇനി അവിടെ ഒരു ദുരന്തവും കൂടെ ഉണ്ടാവാൻ പാടില്ല മോളെ. അതിനു വേണ്ടിയാ ഞാനിത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി ഇത് സമയവും കാലവും ഒക്കെ നോക്കി ഏതെങ്കിലും പാപനാശിനിയിൽ ഒഴുക്കണം. പിന്നെ വിഷ്ണുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്കിനി ചെയ്യാവുന്ന കാര്യങ്ങൾ അതൊക്കെയാ മോളെ. എന്തൊരു വിധിയാ ഈശ്വരൻ എന്റേത്. എനിക്കിപ്പോഴും വിഷ്ണുവേട്ടൻ എന്നെ വിട്ടുപോയത് ഉൾക്കൊള്ളാനാവുന്നില്ലല്ലോ. മോളെ എവിടേക്കാ സാറേ സാറിന്റെ ഈ പടപ്പുറപ്പാട്? വണ്ടി എടുത്ത് മാറ്റണോ? വണ്ടിയൊക്കെ എടുത്ത് മാറ്റാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് സാർ മറുപടി തരേണ്ടി വരും. എന്തിനാ സാറേ എന്റെ പെങ്ങളെയും അവള് വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനെയും കൂടി ജീപ്പിനകത്ത് കയറ്റിയിരുത്തിയിരിക്കുന്നത്?